കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ എന്റെ കഥ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി MS. ഹോസ്പിറ്റൽ ബ്രോഡ്കാസ്റ്റിംഗ് അല്ലെങ്കിൽ ആശുപത്രി പ്രക്ഷേപണം ഇന്ന് പല രാജ്യങ്ങളിലും പരീക്ഷിക്കപ്പെടുന്ന റേഡിയോ പ്രക്ഷേപണ ശാഖയാണ്. ഇത്തരത്തിലുള്ള ഒരു പരിപാടിയാണ് റേഡിയോ ബെൻസിഗറും ആരംഭിക്കുന്നത്. എന്റെ കഥ. രോഗാവസ്ഥ ഒരു മനുഷ്യന്റെ ശാരീരിക പ്രശ്നം മാത്രമല്ല, മാനസിക പ്രശ്നം കൂടിയാണ്. ഭയം, ആശങ്ക, ധനനഷ്ടം, ഒറ്റപ്പെടൽ തുടങ്ങി പല മാനസിക പ്രശ്നങ്ങളും ഒരു രോഗിക്കുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തുറന്നു പറയുന്നതിലൂടെ മനസ്സിന് ആശ്വാസവും രോഗസൗഖ്യവും ലഭിക്കുമെന്നുള്ള തത്വമാണ് ഇതിന്റെ പുറകിലുള്ളത്. കടുത്ത രോഗങ്ങൾക്ക് അടിമപ്പെട്ട മനുഷ്യരുടെ കഥകൾ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഈ കഥകൾ പ്രത്യാശയുടെയും ആശ്വാസത്തിന്റെയും സാന്ത്വനത്തിന്റെയും കഥകളാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ശ്രീലക്ഷ്മി MS ആണ്. എന്റെ കഥ എന്ന ഈ പരിപാടി ആരംഭിക്കുകയാണ്. ഈ പരിപാടിയിൽ വൃക്ക സംബന്ധമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടവരും അവരുടെ പ്രിയപ്പെട്ടവരും അവർ കടന്നുപോകുന്ന ജീവിതത്തെയും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെയും അവരുടെ പ്രതീക്ഷകളുമാണ് പങ്കുവയ്ക്കുന്നത്. എന്റെ കഥയിലൂടെ ഇന്നത്തെ എന്റെ യാത്ര കൊല്ലം ശക്തികുളങ്ങരയിലേക്കാണ്. ക്രിസ്തുരാജ് സ്കൂളിലെ മാത്സ് ടീച്ചർ ക്രിസ്റ്റീന ടീച്ചറിന്റെ വീട്ടിലേക്കാണ്. മാത്സ് ടീച്ചറാണ്. മാത്സ് എന്ന വിഷയം കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് വരുന്നത് ചാക്കോ മാഷിനെ പോലെ ഒരു അധ്യാപകനെയോ അധ്യാപികയോ ഒക്കെയാണ്. എന്നാൽ എന്റെ കഥ ഇന്നെത്തുന്ന ക്രിസ്റ്റീന ടീച്ചർ ജീവിതത്തിലെ ഒരുപാട് സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ടിരിക്കുന്ന, ഓരോ ദിനവും അതിജീവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഇതിനിടയിൽ കുട്ടികളെ പഠിപ്പിക്കുകയും സ്വന്തം കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ക്രിസ്റ്റീന ടീച്ചർ 2017 മുതൽ വൃക്കരോഗിയാണ്. ആ ദിവസം മുതൽ ഇന്നുവരെ ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളിൽ 10ാം ക്ലാസ്സും എല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. നല്ല പാറിപ്പറന്ന് നല്ല സന്തോഷത്തോടെയൊക്കെ നടക്കുന്ന ഒരു സമയം. കൂടുതലും സ്കൂളിൽ ഒരുപാട് പ്രോഗ്രാംസുകളും ഡാൻസും പരിപാടികളും എല്ലാം ഇങ്ങനെ നമ്മൾ ആക്റ്റീവായിട്ട് ചെയ്തും എല്ലാം ചെയ്തോണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഇതേപോലൊരു ക്രിസ്മസ് പ്രോഗ്രാം കാണാൻ ഞാൻ പോയത്. അവിടെ ചെന്നിരിക്കുമ്പോഴാണ് ഫിക്സ് വന്ന് ഞാൻ പെട്ടെന്ന് വീണ്. അസുഖത്തിന്റെ ലക്ഷണം ആദ്യമൊക്കെ കാണിച്ചിരുന്നുവെങ്കിലും ഒരിക്കലും തനിക്കിങ്ങനെ ഒരു അസുഖം ഉണ്ടായിരിക്കുമെന്ന് ക്രിസ്റ്റീന ടീച്ചർ കരുതിയിരുന്നില്ല. ക്രിയാറ്റിൻ നമുക്കിങ്ങനെ നേരത്തെ പ്രഗ്നൻസി ടൈമിൽ വന്നു, പക്ഷെ എന്നാലും നമ്മളത് അറിഞ്ഞുകൂടായിരുന്നു. അതിനെപ്പറ്റി സീരിയസ്നെസ് അത് നമുക്ക് ഇത്രയും ഇല്ലായിരുന്നു. 13 ആയപ്പോഴാണ് പെട്ടെന്ന് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവരെന്നെ കഴുത്തിലൂടെ ടെസ്റ്റില് അത് കഴുത്തിലൂടെ ചെയ്തിട്ട് ഡയാലിസിസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. എനിക്കതൊന്നും ഓർമ്മ പോലും ഇല്ല. ഞാൻ 2 ദിവസത്തേക്ക് ICUലൊക്കെ നമുക്ക് ഓർമ്മയില്ല. ഈ ഡയാലിസിസ് തുടങ്ങിയപ്പോൾ ഞാൻ മരിച്ചു. ഇനിയിപ്പം നമ്മുടെ ആ ജീവിതം അങ്ങ് തീർന്നല്ലോ. ഡയാലിസിസ് എന്നൊക്കെ പറയുന്നതിന് വലിയൊരു രോഗം. ഇനിയിപ്പം എന്നെ കൊണ്ട് ഇനി പ്രയോജനമില്ല, ഞാനങ്ങ് മരിച്ചുപോയി. ആ ഒരു നിരാശയിൽ ഇങ്ങനെ ഞാനിങ്ങനെ ഇരിക്കും. ആ ഒരു മാസവും പുറത്തിറങ്ങുന്നില്ല. ഇങ്ങനെ കഴുത്തിലൂടെ ചെയ്യുന്നു, ഇടയ്ക്ക് സ്റ്റിച്ച് പൊട്ടുന്നു, പിന്നെ കൊണ്ട് തയ്പ്പിക്കുന്നു ഓരോ ദിവസവും. ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു വിഷമത്തിലൂടെ എല്ലാം പോയൊരവസ്ഥയാണ്. പിന്നെ കയ്യിൽ ഫിസ്റ്റുല ഇടാൻ പറഞ്ഞു ഡോക്ടർ. അങ്ങനെ വലത് കൈയിലും ആ ഫിസ്റ്റുല എനിക്ക് ഇടാൻ പറ്റിയത്, ഇടത് കയ്യിൽ കിട്ടിയില്ല. കയ്യിലിട്ടെങ്കിലും ആ കയ്യില് അത് സൂചി കുത്തുന്ന നിമിഷത്തിലുള്ള വേദന എനിക്ക് ഇപ്പോഴും ഓർക്കാൻ പറ്റുന്നില്ല. 2 സൂചി ഇങ്ങനെ കുത്തും. അത്രയ്ക്കും വേദനയും കൊണ്ട് നമ്മളിങ്ങനെ പൊളയും. കൈ ടീഷോടത്ത് ഞാനിങ്ങനെ പോകുമായിരുന്നു. അവിടെ വന്നിരുന്ന് ഇങ്ങനെ അങ്ങ് കരയിന്റെ ദൈവം, എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്റെ കൈ കുത്തുന്നത്. എന്തോ എനിക്കറിഞ്ഞൂടെ, ദൈവം എന്നെ അങ്ങ് ശക്തിപ്പെടുത്തി. എനിക്കറിയത്തില്ല, എന്റെ ദൈവം ഇതുവരെ എന്നെ അങ്ങ് നടത്തി. അസുഖമാണെന്ന് തിരിച്ചറിയുകയും ചികിത്സയിലൂടെ കടന്നുപോകുമ്പോഴും കണ്ട കാഴ്ചകൾ ടീച്ചറിന്റെ ഉള്ളിൽ ഇന്നും ഭയം സൃഷ്ടിക്കുന്നവയാണ്. എന്റെ കൂടെ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്ത എന്റെ കൂടെ റൂമിലോട്ട് കയറിയ ആള് കൊഴിഞ്ഞു വീണ് മരിച്ചു. ഞാൻ കണ്ടോണ്ടിരിക്കുന്നു. എന്റെ തൊട്ടടുത്ത ബെഡിൽ ഡയാലിസിസ് ചെയ്യുന്നവർ മരിക്കുന്നു. ഇത് ഞാൻ ഇത്രയും വർഷമായിട്ട് ഞാൻ കാണുന്ന ഒരു കാഴ്ചയാണ്. അതെന്നേരം എല്ലാം എന്റെ മനസ്സിലങ്ങ് നമ്മൾ ആദ്യം പിടിച്ച വേദന വെച്ച് നമ്മളിങ്ങനെ കിടക്കുന്നില്ല. ക്രിസ്റ്റീന ടീച്ചറിന്റെ ജീവിതത്തിലൂടെ നമ്മൾ ഒരു യാത്ര നടത്തുമ്പോൾ 2 കുഞ്ഞുങ്ങളെയാണ് ഗർഭസ്ഥാവസ്ഥയിൽ ടീച്ചറിന് നഷ്ടമായത്. 2 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് താനൊരു വൃക്കരോഗിയാണ് എന്ന് ടീച്ചർ പോലും തിരിച്ചറിയുന്നത്. ആദ്യത്തെ സമയം
എനിക്ക് പ്രത്യേകിച്ച് അസുഖം കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് കുഞ്ഞിന് 8.5 മാസമായി. പെട്ടെന്നൊരു ഇതിന് അനക്കമൊന്നും ഇല്ലാതെ ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുക. അവര് പെട്ടെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്തെടുക്കാമെന്ന്. അങ്ങനെ കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്തെടുത്തെങ്കിലും കുഞ്ഞിന് കിട്ടിയില്ല. അന്നേരം എനിക്ക് BP ഉണ്ട്. പ്രഗ്നൻസി ടൈമിൽ വരുന്ന BP ആണല്ലോ നമുക്കെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗുളികകൾ കഴിച്ചു. പിന്നെ കുഞ്ഞ് മരിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഹെൽത്ത് കണ്ടീഷൻസ് ഒന്നും കുഞ്ഞിൻ്റെയൊക്കെ നല്ല വെയിറ്റൊക്കെ ആയിരുന്നു കുഞ്ഞിന്. അത് നഷ്ടപ്പെട്ടതിലൊരു വിഷമം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ആകരുതല്ലോ എന്ന് കരുതി കിംസിൽ പോയി. 7 മാസവും കിംസിൽ കിടന്നു. അവിടെ തന്നെ ഒരുപാട് പൈസ ഇത്രയും ചിലവായി. കുഞ്ഞിനെ എടുക്കണമെന്നുള്ള രീതി തന്നെ അവിടെ തന്നെ കിടന്ന് സാമ്പത്തിക നഷ്ടങ്ങളും എല്ലാം ഉണ്ടായി. പക്ഷെ എന്നിട്ടും 7.5 മാസമാകുമ്പം ആ കുഞ്ഞ് നമുക്ക് നഷ്ടപ്പെട്ടു. ഒരുപക്ഷെ പണ്ടത്തെ ഓടിച്ചാടി നടന്നിരുന്ന ക്രിസ്റ്റീന ടീച്ചറിനെ ഇന്ന് കാണുന്നവർ തിരിച്ചറിയുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. അത് ടീച്ചറിനെ പോലും ഏറെ വേദനിപ്പിക്കുന്നുണ്ടാവാം. ഉണ്ട്, ഒരുപാടുണ്ട്. എൻ്റെ പഴയ ഫ്രണ്ട്സൊക്കെ കണ്ടുകൊണ്ട് എന്നെ പലർക്കും മനസ്സിലാവുന്നില്ല. അവരെന്നെ ചോദിക്കും എന്തോ പറ്റി, ഇത് എന്തോ പറ്റി. അനിയത്തിയൊക്കെ അങ്ങ് വിഷമിക്കും ചില സമയത്ത്. അനിയത്തി നമുക്ക് അമ്മയൊക്കെ പറയും, ഓ എൻ്റെ മോൾ എങ്ങനെ ഇരുന്നാലും അനിയത്തി അങ്ങ് ചേച്ചി എങ്ങനെ ഇരുന്നതാണെന്നറിയാവോ, എന്തൊരു കളറാണ്. പക്ഷെ ഇപ്പം ഇങ്ങനെ നമ്മൾ പലപ്പോഴും മനുഷ്യർ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്, ആരോട് എപ്പോൾ എങ്ങനെ സംസാരിക്കണം എന്നുള്ളത്. ചില വാക്കുകൾ നമ്മൾ പറഞ്ഞു പോകും, പക്ഷെ കേൾക്കുന്ന ഒരാളെ ഏതവസ്ഥയിലാണ് വേദനിപ്പിക്കുന്നതെന്ന് നമുക്കറിയില്ല. ഒരാളെ കാണുമ്പോൾ നമ്മൾ പറയും എന്താ ക്ഷീണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താ വണ്ണം വെച്ചിരിക്കുന്നത്, എന്താണ് അയാളുടെ ആരോഗ്യസ്ഥിതി എന്ന് നമ്മളൊന്നും ചോദിക്കുക പോലുമില്ല. അത്തരത്തിലുള്ള അവസ്ഥകളാണ് ടീച്ചറിനെ ഏറെ വേദനിപ്പിച്ചിട്ടുള്ളത്. ഫ്രണ്ട്സൊക്കെ കാണുക എന്തോ ഇത്രയും ഇങ്ങനെ ഇതായത് എന്തോ പറ്റി ഇങ്ങനെ. അങ്ങനെ അത് കേൾക്കുമ്പോൾ നമ്മളോ ഞാൻ ഇത്രയും അങ്ങ് ഇതായോ, ഡള്ളായോ, മോശമായോ. നമ്മളെ പരസ്യമായിട്ട് ഇങ്ങനെ ചിലർ പറഞ്ഞിട്ടുണ്ട്, ഓ ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ ഉള്ളു മനുഷ്യന്റെ കാര്യം, ഇങ്ങനെയൊക്കെ ഉള്ളു, ഇങ്ങനെ വരാനേ ഉള്ളു സൗന്ദര്യമൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറയും. അത് കേൾക്കുമ്പോൾ മനസ്സിന് പെട്ടെന്നൊരു വിഷമമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചില സമയത്ത് കണ്ണാടി നോക്കി എനിക്ക് സങ്കടം വന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഇത്രയും മോശമായല്ലോ. ഒരുപക്ഷെ ഇത്തരം ചോദ്യങ്ങളൊക്കെ കേട്ടിട്ടുള്ളത് കൊണ്ടാവാം പല കാര്യങ്ങളിൽ നിന്നും ഇന്ന് ക്രിസ്റ്റീന ടീച്ചർ ഓടിമറയുകയാണ്. എവിടെയോ ഒരു ആത്മവിശ്വാസക്കുറവ് തോന്നിപ്പോകുകയാണ്. ഇപ്പം നമ്മള് ഫോട്ടോ എടുക്കാൻ ഒക്കെ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഫോട്ടോയിലൊന്നും നമുക്ക് ചേരത്തില്ല. മുഖം ഇപ്പം ഒത്തിരി അങ്ങ് മോശമായി. ഒരു വിഷമം മനസ്സിനുണ്ട്. ബെഞ്ച് ടീച്ചേഴ്സ്, ബെഞ്ച് വൈസ് ഗ്രൂപ്പ് അങ്ങനെയൊക്കെ എടുക്കുമ്പം എനിക്കൊരു വിഷമം. അവരുടെ കൂടെ നമ്മുടെ മുഖം ശരിയാവത്തില്ല. അവര് നല്ല ഇപ്പോഴത്തെ യങ് ജനറേഷനിൽ അവർ നല്ല ഫുൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വന്ന് എന്റെ മനസ്സിൽ അന്നേരം ഒരു വിഷമം ഇങ്ങനെ തോന്നിയോ, ഞാൻ നിന്ന് എന്തിനാ അവരുടെ ഫോട്ടോയും കൂടെ അവർക്ക് എങ്ങനെ ഇടാൻ പറ്റാത്ത വിധത്തിൽ വൃത്തിയേടാക്കുന്നത്. ക്രിസ്റ്റീന ടീച്ചറിനെ ഏറെ വേദനിപ്പിക്കുന്ന കാര്യം അസുഖത്തിനേക്കാൾ വലുതായി മറ്റൊന്നാണ്. ഒരു 10 വയസ്സുകാരി ആഴ്ചയിൽ 2 ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന ടീച്ചറിന് യാത്രകൾക്കും പരിമിതികളുണ്ട്. ഒരു 10 വയസ്സുകാരി ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സന്തോഷങ്ങൾ നൽകാൻ ഒരുപക്ഷെ ഈ സാഹചര്യം വില്ലനായി മാറുകയാണ്. യാത്ര ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. ഒരുപാട് യാത്ര ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു ഹസ്ബൻഡും ഞാനും. അസുഖം വന്നതിന് ശേഷം പോകാൻ പറ്റുന്നില്ല. അപ്പൊ മോളെ എങ്ങും കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പൊ എവിടെ പോയാലും എനിക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. 2 ദിവസത്തിനകം തിരിച്ചെത്തണം. ഡയാലിസിസ് ഉണ്ട്, ആഴ്ചയിൽ 2 ഡയാലിസിസ് ഉണ്ട്. ചില ദിവസം ഇപ്പം വെക്കേഷൻ സമയത്തൊക്കെ 3 എണ്ണം വെച്ച് ചെയ്യേണ്ടി വന്നു. നമ്മൾ എവിടെ പോയാലും എനിക്കൊരു 2 ദിവസത്തെ ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു 3 ദിവസത്തെ ഗ്യാപ്പ്, അതിൽ കൂടുതൽ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്കൊരു സങ്കടം. ഇപ്പം ക്രിസ്റ്റീന ടീച്ചറിന് ഈ ഒരു തൊഴിൽ ഏറെ ആശ്വാസം നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ രോഗാവസ്ഥയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ അനുഭവിക്കുന്ന വേദനയ്ക്കോ ഒരു പരിഹാരം എന്ന് പറയുന്നത് കുട്ടികളുമായിട്ടുള്ള ജീവിതം തന്നെയാണ്. എനിക്ക് ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്നൊരു പ്രൊഫഷനായിരുന്നു. ഞാൻ അധ്യാപികയാകണമെന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. സന്തോഷത്തോടു കൂടി ഇപ്പോഴും ചെയ്യുന്നത്. ഞാൻ സ്കൂളിൽ വരുമ്പം എനിക്ക് എൻ്റെ രോഗം പോലും ഞാൻ അറിയുന്നില്ല. ഞാൻ മറന്നങ്ങ് പോകും. വീണ്ടും ഈ 2 ദിവസം ഡയാലിസിസ് ഉള്ള ദിവസം ആ സമയമാകുമ്പോഴേ ഇന്ന് ഡയാലിസിന് പോകണമല്ലോ, ഒരു വിഷമിച്ചോടെ ഞാൻ പോകുന്നത്. 2 മാസം വെക്കേഷൻ ഓരോ കുട്ടികളോ ടീച്ചറോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആഗ്രഹിക്കാത്ത ഒരാളുണ്ട്, അതാണ് ക്രിസ്റ്റീന ടീച്ചർ. ആ ദിവസങ്ങൾ ഭയമാണ്. അവധി ശനി ഞായറും തന്നെ ആയാൽ പോലും എനിക്കങ്ങ് ടെൻഷനായോ. നമുക്കെല്ലാം വീട്ടിലിരുന്ന് നമുക്കങ്ങ് അസുഖങ്ങളുടെ ചിന്തയായി പോകും. നമ്മൾ എൻഗേജ്ഡ് ആണെങ്കിൽ ഒന്നും നമ്മൾ അറിയുന്നില്ല. ഇന്ന് രാവിലെ ഓർക്കെഴുന്നേക്കുമ്പോൾ എനിക്ക് ഇന്ന് എവിടെ എനിക്ക് വേദന എന്നുള്ള ചിന്തയിലാണ് ഞാൻ എഴുന്നേക്കുന്നത്. നമ്മുടെ മനസ്സിനെ തന്നെ നമ്മളങ്ങ് കെട്ടിയിടുന്നതൊക്കെ അങ്ങ് തോന്നും. നാളെ സ്കൂളിൽ പോകണം, നമ്മളെ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മളെ ക്ഷീണം ഉണ്ടെങ്കിൽ ഞാൻ അറിയുന്നില്ല.
ഒരവധി പോലും എടുക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും സാഹചര്യം ടീച്ചറിന് അവധി നൽകുകയാണ്. 2 ദിവസം കൂടുമ്പോഴെങ്കിലും അവധി എടുക്കേണ്ടി വരികയാണ്. ഇതിനിടയിൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടും നേരിട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത്രയും വർഷമായിട്ട് നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടായി. ഒരു നിവൃത്തിയും ഇല്ലാത്ത ആൾക്കാർ വന്ന് ഡയാലിസിസ് ചെയ്യാൻ വരുമ്പോൾ നമുക്ക് തന്നെ സങ്കടം തോന്നും. ശരിക്കും ഞാനത് കണ്ടിട്ടുണ്ട്. എനിക്കിങ്ങനെ ദൈവം ഇങ്ങനെ ജോലി തന്ന് നമ്മൾ അതിന്റെ അകത്ത് വെച്ച് അത് മുൻകൂട്ടി ദൈവം കണ്ടെനിക്ക് തന്നതുപോലെ എനിക്ക് തന്നെ അറിയാം എനിക്ക് എത്ര രൂപയാകുമെന്ന്. ഓരോ മാസവും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് തന്നെ എത്ര രൂപയാകും. ദൈവമേ, ഞാൻ എന്നിട്ട് എന്റെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കും, ദൈവമേ ഇവർക്കൊക്കെ ഒരു വരുമാനം മാർഗവും ഇല്ലാത്തടത്ത് എങ്ങനെ ഇതൊക്കെ ചെയ്യുന്നത്. ക്രിസ്റ്റീന ടീച്ചർ പതറിപ്പോയ നിമിഷങ്ങളുണ്ടോ? പതറിപ്പോയത് ഇത് ഈ രോഗമാണെന്ന് ഇങ്ങനെ അറിഞ്ഞ് പിന്നെ ഇനി എന്നെ കൊണ്ട് ഇനി ഒന്നും പറ്റത്തില്ല, ഞാനങ്ങ് ശൂന്യതയായി, നമ്മുടെ ജീവിതം തീർന്ന് നമുക്കിനി പ്രതീക്ഷിക്കാനൊന്നും ഇല്ല എന്നുള്ളൊരു ഞാനങ്ങ് സത്യം അത് പറയാൻ പറ്റത്തില്ല. അത് ഡയാലിസിസ് എന്ന് കേൾക്കുമ്പോൾ എന്തുമല്ല എല്ലാം ഒരു നമുക്കൊരു ഭീകരതയാണല്ലോ നമുക്കിതൊക്കെ. ആ ഒരു അവസ്ഥയായിരുന്നു അത് പറയാൻ എനിക്ക് പറ്റുന്നില്ല അതെങ്ങനെയാണ്. നമുക്ക് പല വാക്കുകൾ പറഞ്ഞ് ഒരുപക്ഷെ ടീച്ചറിനെ ആശ്വസിപ്പിച്ചേക്കാം. എന്നാൽ എത്ര ആശ്വാസ വാക്കുകൾ കേട്ടാലും ടീച്ചറിന്റെ മനസ്സിനെ ഉലയ്ക്കുന്ന, കരയിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം നാളെ എന്നൊരു ദിനം തന്നെയാവും. എനിക്കെന്തെങ്കിലും നമ്മൾക്ക് അസുഖം നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തെങ്കിലും ആയാലും കുഞ്ഞാന്നെങ്കിൽ ഒരു പക്വത പോലും ആയാലും ഒരു കുഞ്ഞും 5ാം ക്ലാസ്സിൽ പഠിക്കുക മോള്, അത് ഓർക്കുമ്പോൾ ചില സമയത്ത് അത് ഓർത്താണ് ഞാൻ കരയാറുള്ളത്. വേറെ ഒരു കാര്യവും എനിക്ക് വേറെ ഒന്നും ഞാൻ ചിന്തിക്കാറില്ല. വേറെ ഒന്നും ഡയാലിസിസിൽ നിന്ന് നമുക്കൊരു മോചനം ഒരുപക്ഷെ വൃക്ക മാറ്റിവെക്കൽ എന്നുള്ളത് തന്നെയാണ്. മൃതസഞ്ജീവനിയിൽ രജിസ്റ്റർ ചെയ്തതായിരുന്നു അന്ന്. പിന്നെ നമ്മുടെ ടെസ്റ്റും എല്ലാം നടത്തി അവിടെ നിന്ന് വെച്ചിരിക്കുവാണ്. ഇത്രയും വർഷമായി, പക്ഷെ നമ്മൾ വിളിച്ചിട്ടില്ല. അറിയത്തില്ല, ഇനി എപ്പോഴെങ്കിലും വിളിക്കുവാണെങ്കിൽ വലിയ ചെലവുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നിൽക്കുന്നത് പുറന്നോട്ട്. എന്നാലും നമുക്ക് സാഹചര്യം വരുവാണെങ്കിൽ നമ്മളത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർ അവരുടെ മനസ്സിലൂടെ പല ചിന്തകൾ കയറിയിറങ്ങും. അത്തരം ചിന്തകൾ ക്രിസ്റ്റീന ടീച്ചറിന്റെ ഉള്ളിലുമുണ്ട്. മനസ്സുകൊണ്ട് അത് ചെയ്യണമെന്ന് ചിന്തിക്കാത്തതേ 2 പ്രാവശ്യവും മാറ്റി വെച്ചവരും പിന്നെയും വന്ന് ഡയാലിസിസ് ചെയ്യുന്നു. അപ്പൊ അത് കാണുമ്പോൾ ഒരു മനസ്സിന് ഒരു വിഷമം. ദൈവമേ, ഇത്രയും പൈസയും ചെലവാക്കി ആളുകളും ഇതൊക്കെ ചെയ്തിട്ടും പിന്നെയും വന്ന് ഇത് ഡയാലിസിസ് പിന്നെ തുടങ്ങേണ്ടി വരുന്നല്ലോ. അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിനൊരു ഭീതി. ചിലർക്കെങ്കിൽ സക്സസ് ആവുന്നവരുണ്ട്. ഞാൻ എന്റെ മനസ്സിലന്നേരം എപ്പോഴും ഞാൻ പറഞ്ഞു, മനുഷ്യന് തീരും പണവും തീരും എന്ന് പറയുന്നുള്ളൊരു രോഗമായത്. ഇന്നേറെ ആശ്വാസമായിക്കൊണ്ടിരിക്കുന്നത് ആരൊക്കെയാണ് ടീച്ചറിന്? എനിക്ക് ആശ്വാസം കൂടുതൽ എന്റെ ഹസ്ബൻഡും എന്റെ മോളും. എന്റെ മോള് 3 വയസ്സ് തൊട്ട് സത്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാണ് എനിക്ക് വേണ്ടി. അതെനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. മോക്ക് നല്ലോണം അറിയാം എനിക്കിങ്ങനെ വയ്യാന്നും. ഈ വലത് കൈയിലെ ഫിസ്റ്റുല കയ്യില് വലിയ ബുദ്ധിമുട്ടുകളൊന്നും തരാതെ എന്റെ കുഞ്ഞു നോക്കും. ഹസ്ബൻഡാണ് എല്ലാ സപ്പോർട്ടും. അസുഖം മൂലം ധാരാളം ശാരീരിക പ്രശ്നങ്ങൾ തന്നെ ക്രിസ്റ്റീന ടീച്ചറിനുണ്ട്. എന്നാൽ ടീച്ചറിന്റെ ഏക ആശ്വാസമാണ് സ്കൂളിൽ പോവുക, കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത്. അവിടെ ഒരു വില്ലനായി നിന്നത് യാത്രയായിരുന്നു. ഈ ഒരു അസുഖമുള്ളത് കൊണ്ട് തന്നെ യാത്ര ചെയ്യുന്നതിനും ഏറെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, സാമ്പത്തികമായും ശാരീരികമായും. എനിക്ക് ബസ്സിൽ കൈ പിടിച്ച് കയറാൻ പറ്റത്തില്ല. സ്കൂളിൽ വരണമെങ്കിൽ ബസ്സിൽ കയറാൻ പറ്റത്തില്ല. ഈ വലത്ത് കയ്യിൽ ഫിസ്റ്റിലായോണ്ട് കയ്യിൽ ബലം കൊടുക്കാനോ ഒന്നും പാടില്ലേ കൈ. ഒരു ഓട്ടോയ്ക്കകത്തായിരുന്നു ഞാൻ ഈ സ്കൂളിൽ വരുന്നത്. അപ്പോൾ ഡെയിലി 450 രൂപ ഓട്ടോക്കാരന് കൊടുക്കണമായിരുന്നു. ഡെയിലി കൊടുക്കണം, വൈകിട്ടാകുമ്പോൾ കൊടുക്കണം. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ 1 വർഷം 2 വർഷമൊക്കെ കഴിഞ്ഞു. ഓട്ടോയ്ക്കകത്ത് വന്ന് പിന്നെ അടുത്തുള്ളൊരു സാറ് കാർ എടുക്കും. ആ കാറിന്റെ അകത്ത് എനിക്കും കൂടെ ലിഫ്റ്റ് തരുമായിരുന്നു. 1 വർഷം അങ്ങനെ കിട്ടി. ഏതൊരു സ്ത്രീയുടെയും വിജയത്തിന്റെ പിന്നിൽ ഒരു പുരുഷനുണ്ടാകും എന്നാണ് പറയുന്നത്. ക്രിസ്റ്റീന ടീച്ചറിന്റെ കാര്യത്തിലും അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അസുഖം മൂലം തളർന്നു പോകാതെ തന്നെ ചേർത്തു പിടിച്ച പങ്കാളി തന്നെയാണ് ക്രിസ്റ്റീന ടീച്ചറിന്റെ വിജയത്തിന്റെ പിന്നിൽ. തന്റെ തൊഴിൽ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള സഹായവും ക്രിസ്റ്റീന ടീച്ചറിന് പകർന്നു നൽകിയത് അദ്ദേഹം തന്നെയായിരുന്നു. ഹസ്ബൻഡ് ഒറ്റ നിർബന്ധത്തിൽ കാർ ഓടിക്കാൻ പഠിപ്പിച്ച് പുള്ളി തന്നെ 1 മാസം എന്റെ കൂടെ രാവിലെ വന്ന് വൈകിട്ടും തിരിച്ചു കൊണ്ടുപോയി അങ്ങനെ പഠിപ്പിച്ചെടുത്ത് 1 മാസം കൊണ്ടത് ദൈവം അനുഗ്രഹിച്ചത് പഠിച്ചെടുത്ത് അതുകൊണ്ട് 3 വർഷമായിട്ട് 3.5 വർഷത്തോളമായി കാർ ഓടിച്ച ദൈവം അനുഗ്രഹിച്ച് സ്കൂളിൽ വരാവുന്നതും പോകുന്നതും എല്ലാം.
സ്കൂൾ മാനേജ്മെന്റും ക്രിസ്റ്റീന ടീച്ചറിനോടൊപ്പമുണ്ട് എല്ലാ കാര്യത്തിനും. വലിയൊരു സഹായമാണ് ക്രിസ്റ്റ്രാജ് സ്കൂളിലെ ഓരോ അംഗങ്ങളും ക്രിസ്റ്റീന ടീച്ചറിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ മാനേജർ സ്റ്റാൻലി റോമൻ പിതാവ് ഉൾപ്പെടെ പിതാവിൻ്റെ അടുത്തുനിന്നും പോൾ മുലശ്ശേരി പിതാവ്, അവിടെ ഓഫീസ് എഡ്യൂക്കേഷൻ മിനിസ്ട്രിയിലിരിക്കുന്ന ബിനു തോമസ് അച്ഛൻ, വിൽഫ്രഡ് സിസ്റ്റർ, മേരിയാൻ മാഡം, അവരൊക്കെ എല്ലാം നല്ല സപ്പോർട്ടായിരുന്നു. അതുപോലെ എൻ്റെ സ്കൂളിൽ ആദ്യം എനിക്ക് അസുഖം വന്നപ്പോൾ ഒരു എച്ച്.എം. പോൾ മാർട്ടിൻ എന്ന് പറഞ്ഞൊരു സാറ് സഹായി ഡയാലിസിനൊക്കെ പോകാൻ സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങനെയൊക്കെ നല്ല സഹായമായിരുന്നു. പിന്നെ അതിന് ശേഷം വന്ന റോയ്സ്റ്റൺ സാറ്, ഇപ്പോഴത്തെ വേറൊരു എച്ച്.എം. ആണ് ഇപ്പൊ ജോസ് സാറ് ഇപ്പൊ നല്ല സഹകരണമാണ് നമ്മുടെ അടുത്ത്. ഭർത്താവ് യേശുദാസ് ചേട്ടൻ, അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയണം. ഒരുപക്ഷെ തളർന്നു പോകും എന്ന് തോന്നുന്നിടത്തു നിന്നുമൊക്കെ ഇന്ന് ഈ നിമിഷം വരെ ആത്മവിശ്വാസം നൽകി കൂടെ നിൽക്കുന്ന ഒരു ഭർത്താവ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഒരു 10 വയസ്സുകാരി എല്ലാം മനസ്സിലാക്കുന്നു എന്ന് പറയുന്നത് നമുക്കെല്ലാം ഒരല്പം വേദന നൽകുമെങ്കിലും സാഹചര്യങ്ങളെ കുഞ്ഞു മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഈ ഡയാലിസിന് 2 ദിവസം പോവും. 4.5 മണിക്കൂർ 5 മണിക്കൂറൊക്കെ എടുക്കും ഒരു ദിവസം ഡയാലിസിസ് കഴിഞ്ഞ് വരാൻ. അപ്പോൾ ആ സമയത്ത് എൻ്റെ മോള് സ്കൂളിൽ നിന്ന് വരുമ്പോൾ നോക്കാനായിരുന്നാലും കൊണ്ടുപോകാനായിരുന്നാലും ട്യൂഷൻ ആക്കാനായിരുന്നാലും ഈ 2 ദിവസവും 9 മണിയൊക്കെ ആകുമ്പോഴേ ഞാൻ വീട്ടിൽ വരുന്നത്, ഡയാലിസിസും കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുന്നത്. അങ്ങനെയൊക്കെ സ്കൂൾ ടൈം കഴിഞ്ഞിട്ടല്ല നമ്മൾ പോകുന്നത്. അപ്പം അത്രയും സമയമാവുന്നു. അപ്പം ഹസ്ബൻഡ് ഗൾഫിൽ ജോലി ഉണ്ടായിരുന്ന ആൾ ആ ജോലിയും കളഞ്ഞ് വന്ന് എൻ്റെ കൂടെ ഇങ്ങനെ എന്നെ നോക്കാനായിട്ട് ഇങ്ങനെ നടക്കുന്നതും, ആശുപത്രിയിൽ ഇങ്ങനെ വന്ന് ഇത്രയും മണിക്കൂർ വന്ന് പുറത്തിരിക്കുന്നതും. അപ്പച്ചനായിരുന്നു എൻ്റെ കൂടെ വന്നുകൊണ്ടിരുന്നത്. അപ്പച്ചനൊക്കെ ഇപ്പോൾ ഒത്തിരിയും പ്രായമായി, അവരൊക്കെ വയ്യാതായി, കണ്ണിനൊക്കെ കാഴ്ചയൊക്കെ കുറഞ്ഞു. അപ്പം പിന്നെ ഹസ്ബൻഡ് ജോലിയെല്ലാം നിർത്തി വരേണ്ടി വന്ന് 2017 തുടങ്ങിയ ഈ അസുഖവുമായി ടീച്ചർ ജീവിതത്തിൽ മുന്നോട്ടു പോവുകയാണ്. ഇത് കേൾക്കുന്ന ഓരോരുത്തരോടും ക്രിസ്റ്റീന ടീച്ചർ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. നമ്മൾ ഏത് രോഗം വന്നാലും നമ്മൾ തളർന്നു പോകരുത്. മനസ്സിനൊരു ശക്തി ബലവും നമ്മളെ വിളിക്കുന്ന സമയമാകുമ്പോൾ നമ്മൾ പോകണമല്ലോ. ഈ രോഗവേ എന്ന് പറഞ്ഞിരിക്കാതെ നമ്മൾ കുറച്ചും കൂടെ അങ്ങ് എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ സ്മാർട്ടായിട്ട് അങ്ങ് നമുക്ക് ഉള്ള ജോലി നമ്മൾ ചെയ്തങ്ങ് എല്ലാത്തിലും ഉപരി ദൈവം കർത്താവിന്റെ വലതുകരത്തിൽ സംരക്ഷിച്ച് എന്നെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നു. അതേ എനിക്ക് പറയാനുള്ളു. ഞാനല്ലാതെ നമ്മളാരും ഒന്നുമല്ല. ക്രിസ്റ്റീന ടീച്ചറിനെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലർക്കും അറിയായിരിക്കും. ക്രിസ്റ്റ്രാജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അവരുടെ മാതാപിതാക്കൾക്ക്, ബന്ധുക്കൾക്ക് സുപരിചിതയായിരിക്കാം. എന്നാൽ ഇത്തരത്തിൽ ആഴത്തിലുള്ള ഒരു കഥ ടീച്ചറിനുള്ളത് നിങ്ങൾ ഇതിലൂടെ ആയിരിക്കാം അറിയുന്നത്. ഇത്തരം കഥകൾ നിങ്ങൾ പലർക്കും പറയാനുണ്ടാകാം. അതുകൊണ്ട് തന്നെ എന്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. രോഗത്താൽ വിഷമിക്കുന്നവരും ഒന്ന് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നവരും നമുക്ക് ചുറ്റുമുണ്ട്. ഇത്തരം അവസ്ഥ പങ്കുവയ്ക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വിളിക്കൂ റേഡിയോ ബെൻസിഗറിലേക്ക് 989090133311. ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ടാകും. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ കേട്ടത് എന്റെ കഥ. അവതരണം ശ്രീലക്ഷ്മി MS.